നഗരവാർത്തകളും വിശേഷങ്ങളുമായി ഇന്നത്തെ ടൗൺ ടു ടൗൺ ആരംഭിക്കുകയാണ്. കൂടുതൽ വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ന് ബജറ്റ് തന്നെയായിരുന്നു കേരളത്തിന്റെ ഏത് മേഖലകളായാലും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. അതിൽ സ്ത്രീ ശാക്തീകരണം തന്നെയായിരുന്നു ഏറ്റവും എടുത്തു ചൂണ്ടിക്കാണിക്കപ്പെട്ടതും. സ്ത്രീ ശാക്തീകരണം കുറ്റമറ്റതാക്കാൻ നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇത്തവണത്തെ ബജറ്റിൽ ഇടം പിടിച്ചത്. കൊച്ചിയിൽ സ്ത്രീകൾക്കായി 4 കോടി ചെലവഴിച്ച് ഷീ ലോഡ്ജ് നിർമ്മിക്കുമെന്നാണ് അതിൽ ഒരു പ്രഖ്യാപനം. സ്ത്രീകളുടെയും വയോജനങ്ങളുടെയും അഭയകേന്ദ്രങ്ങൾ നവീകരിക്കാൻ 20 കോടിയും വകയിരുത്തി. ഇതിനോട് കൊച്ചിയിലെ വനിതകളുടെ പ്രതികരണം നോക്കാം. ധനമന്ത്രി ഇന്ന് രാവിലെ കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് പൊതുവെ സ്ത്രീ സൗഹൃദ ബജറ്റാണ് എന്നാണ് വിലയിരുത്തലുള്ളത്. ഏതാണ്ട് ബജറ്റിന്റെ ഇത്തവണത്തെ 13.6% സ്ത്രീ കേന്ദ്രീകൃത പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അവകാശവാദം. ഇതിനെക്കുറിച്ച് ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ ഉൾപ്പെടെയുള്ളവയെക്കുറിച്ച് സ്ത്രീകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. എന്നോടൊപ്പം ഉള്ളത് തൊഴിൽ സംബന്ധമായ ആവശ്യങ്ങൾക്കായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറ്റിയവരാണ് എനിക്കൊപ്പമുള്ളത്. അവരോട് നമുക്ക് ചോദിക്കാം. നിരവധി പദ്ധതികളാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വനിതാക്ഷേമത്തിന് വേണ്ടി 1260 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി 50 കോടി, ഒപ്പം നമ്മുടെ ഈ എറണാകുളത്ത് ഷീ ലോഡ്ജ് സ്ഥാപിക്കാൻ വേണ്ടി 4 കോടി രൂപ, ഇങ്ങനെ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പദ്ധതികളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരു ബഡ്ജറ്റിൽ ഇത്രയും അധികം തുക സ്ത്രീകൾക്കായി മാറ്റി വച്ചിരിക്കുന്നു എന്നത് തന്നെ വളരെയധികം പ്രശംസനീയമായ ഒന്നാണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഏറ്റവും വലിയൊരു കൺസേൺ നമ്മുടെ നാട് വിട്ട് വേറൊരിടത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ സേഫായിട്ടുള്ള ഒരു അക്കോമഡേഷൻ കിട്ടുക എന്നുള്ളതാണ്. അതിനൊരു പരിഹാരമായിരിക്കാം മേ ബി ഈ ഷീ ലോഡ്ജ്. അതിനുവേണ്ടി 4 കോടി രൂപയോളം മാറ്റി വച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ എറണാകുളം പോലൊരു സിറ്റിയിൽ അതിനുള്ള സ്പേസ്, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എവിടെ നിന്ന് ലഭിക്കും എന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. എല്ലാ തവണയും ഇതുപോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ വരാറുള്ളതാണ്. ഇതൊക്കെ ഈ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന എല്ലാ സ്ത്രീ സൗഹൃദപരമായിട്ടുള്ള എല്ലാ പ്രോജക്ട്സുകളെയും ഞങ്ങൾ സ്വാഗതാർഹമായി കാണുന്നു. ഷീ ലോഡ്ജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ തന്നെ പലർക്കും എറണാകുളം പോലൊരു സിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഉണ്ടായൊരു ബുദ്ധിമുട്ട് ഞങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടുള്ള ഒരു ലോഡ്ജിങ് അല്ലെങ്കിൽ ഒരു അക്കോമഡേഷൻ ലഭിക്കുക എന്നുള്ളതായിരുന്നു. അതിനുള്ളൊരു പരിഹാരമാകുമെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഷീ ലോഡ്ജ് കുറച്ച് ദിവസത്തേക്കുള്ള താമസത്തിനുള്ള എന്നുള്ളതാണ്. വനിതകൾക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സേഫ്റ്റിയാണ്. അതിനൊരു റെമഡി ആകും ഇതെന്നുണ്ടെങ്കിൽ തീർച്ചയായും. അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് 50 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഇത്തരം സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നവർക്ക് അടിയന്തര സഹായമായി നൽകാൻ 3 കോടി രൂപയും ബജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? വളരെ പ്രോസ്പെക്റ്റീവായിട്ട് തന്നെ കാണുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ബജറ്റ് അനലൈസ് ചെയ്ത് എൻ്റെ ഒരു മിനിമൽ അറിവിൽ നിന്നും പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാവുന്ന രീതിയിൽ നിർഭയ ഇതായാലും പിന്നെ അതുപോലെ സെക്ഷൽ ഹരാസ്മെൻറ്റിനെ അവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ബജറ്റാണെന്ന് വിലയിരുത്തുക. പിന്നെ മെയിൻലി എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ ഭയങ്കരമായിട്ട് ഞാനിപ്പോൾ 4 വർഷമായിട്ട് കൊച്ചിയിലുണ്ട്. 4 വർഷം ആദ്യം ഒരു 1.5 വർഷത്തോളം ഹോസ്റ്റലിൽ നിന്ന് ബുദ്ധിമുട്ടാവുന്ന മാക്സിമം ബുദ്ധിമുട്ടി. പിന്നെ അവിടുന്ന് റെന്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തിലേക്ക് മാറുകയും ചെയ്തു. അപ്പം വളരെ പ്രോസ്പെക്റ്റീവായിട്ട് കാണുകയാണ് ഇതിൽ നിന്നും. കാരണം ഹൈക്കോർട്ട് അസോസിയേഷന്റെ ഭാഗമായിട്ട് അവർ കഴിഞ്ഞ വർഷത്തെ അസോസിയേഷനായിട്ട് ഭയങ്കര ബന്ധമുണ്ടായിരുന്നു എനിക്ക്. അപ്പം അത് വെച്ചിട്ട് അവരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇവിടെ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ വക്കീലന്മാരാണ് പെൺകുട്ടികൾ വന്ന് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടും കാരണം വക്കീലന്മാരാണ് പെൺകുട്ടികളാണ്. അപ്പം റെന്റിന് സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ അത് ഫേസ് ചെയ്യും. അവിടെ എവിടെയെങ്കിലും എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള സ്ഥലത്ത് ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പലവട്ടം അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് ഹോസ്റ്റലായാലും റെന്റഡ് ഹൗസ് ആണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെപ്പോലെ തന്നെ നമ്മൾ കാണേണ്ട വേറൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഷീ ലോഡ്ജ് എന്ന സാധനത്തിൽ കൂടെ ട്രാൻസ് വിമൻ എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം വളരെയധികം. കാരണം ഈ അടുത്ത് വന്ന 1-2 സംഭവങ്ങൾ വെച്ചിട്ട് ട്രാൻസ് വിമനെ ഇത് ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളതാണ് ഞാൻ ഒന്നും കൂടെ നോക്കിക്കാണുന്നത്. കൊച്ചിയിൽ നിന്നുള്ള വനിതകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ബജറ്റിൽ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും അത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുമോ എന്ന ആശങ്ക തന്നെയാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇത്രത്തോളം സ്ത്രീ ശാക്തീകരണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തതുപോലെ തന്നെ സംസ്ഥാന ബജറ്റിൽ ഇത്തവണ കുടുംബശ്രീക്കും വലിയ തോതിൽ പ്രാധാന്യം നൽകിയിരുന്നു. കുടുംബശ്രീക്ക് അനുവദിച്ചത് 200 കോടി രൂപയാണ്. ഇത്തവണ അയൽക്കൂട്ട വർഷമായും ആചരിക്കും. കുടുംബശ്രീ പ്രവർത്തകർ 2 കൈകളും നീട്ടിയാണ് ബജറ്റിനെ ഇത്തവണ സ്വാഗതം ചെയ്തത്. ബജറ്റിൽ ഇത്തവണ കോളടിച്ചിരിക്കുന്നത് കുടുംബശ്രീക്കാണ്. 200 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ
കുടുംബശ്രീ മിഷനായി അനുവദിച്ചിട്ടുള്ളത്. കൂട്ടായ്മയുടെ വിജയത്തിനുള്ള അംഗീകാരമാണ് ഇതെന്ന് വിശ്വസിക്കാനാണ് ഈ വനിതകൾക്ക് ഇഷ്ടം. പുതിയ കേരളം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ പങ്ക് ചെറുതല്ലെന്ന വിശ്വാസമാണ് ഇവരെ നയിക്കുന്നത്. അയൽക്കൂട്ടങ്ങൾ അത്രയും ആഹ്ലാദത്തിലാണ്. ഇപ്പൊ ഞങ്ങളെ പാവപ്പെട്ട സ്ത്രീകൾക്കൊക്കെ ഇതൊരു മെച്ചാണ്. കാരണം ഇപ്പം ഞാൻ തന്നെ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് 2012 അത് നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ പാവപ്പെട്ട സ്ത്രീകൾ ഇതുപോലെ ഒരു മുന്നിക്ക് വരട്ടെ ഈ പൈസ ഉപയോഗിച്ചിട്ട്. എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്കും ഇതൊരു മെച്ചത്തിലായി വരാനും വേണ്ടി എല്ലാവരെയും സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിനൊക്കെ സഹായത്തിനൊക്കെ വലിയൊരു മെച്ചമായിട്ടാണ് ഞങ്ങളിത് കാണേണ്ടത്. പൈസ ഉണ്ടായാൽ നമുക്ക് നല്ലതിൽ മുന്നേറല്ല, നല്ല മെച്ചപ്പെട്ട സാധനങ്ങൾ വാങ്ങാം, നല്ല മെച്ചപ്പെട്ട സാധനങ്ങൾ കൊടുക്കുക, സൗകര്യങ്ങൾ കൂടിയാൽ സൗകര്യത്തിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ വിൽക്കാം. കാസർഗോഡ് കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിന് 5 കോടി അനുവദിച്ചതടക്കമുള്ള നിർദ്ദേശങ്ങൾ സംഘങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കും. കുടുംബശ്രീ പ്രവർത്തകരുടെ പരിശ്രമങ്ങൾ വിപുലമാക്കാനും സാഹചര്യം ഒരുങ്ങുമെന്നാണ് വിലയിരുത്തൽ. സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18 മലപ്പുറം. ബജറ്റിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് എത്രത്തോളം പ്രാധാന്യം നൽകിയെന്നാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തിയതിനെ സ്വാഗതം ചെയ്യുകയാണ് ട്രാൻസ്ജെൻഡർ സമൂഹം. എന്നാൽ വകയിരുത്തലുകൾക്കപ്പുറം പദ്ധതികൾ കാര്യക്ഷമതയോടെ നടപ്പാക്കണമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ബജറ്റിലും തുക വകയിരുത്തിയെങ്കിലും ഒന്നും നടന്നില്ലെന്നും ആരോപണമുണ്ട്. എല്ലാ ജില്ലകളിലും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് സുരക്ഷിത സ്ഥാപനങ്ങൾ നിർമ്മിക്കുമെന്നുള്ള ഒരു ബഡ്ജറ്റിൽ കേട്ടു. ധനമന്ത്രിയുടെ പ്രഖ്യാപനം പ്രതീക്ഷയും ആശ്വാസവും തരുന്നതായി ട്രാൻസ്ജെൻഡർ സമൂഹം പറയുന്നു. കണക്കിൽ ചെറുതായ സമൂഹമായതിനാൽ തങ്ങളുടെ ഫണ്ടുകൾ വകമാറ്റം ചെയ്യപ്പെടുന്നതായി ഇവർ കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ ബജറ്റിലും അതിനു മുൻപത്തെ UDF സർക്കാരിന്റെ ബജറ്റിലും പ്രഖ്യാപനങ്ങളുണ്ടായെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ല. കാരണം എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും മീറ്റിങ്ങുകളിലും പൊതുസമ്മേളനങ്ങളിലും മന്ത്രിമാർ വന്ന് വിളംബരം ചെയ്യാറുണ്ട്, ഇത്ര കോടി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്നു. ഈ നീക്കി വെച്ചിരിക്കുന്ന ഫണ്ടുകളെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് മാത്രം നമുക്കറിയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ 10 കോടി നീക്കി വെച്ചിരിക്കുന്ന ഈ ഒരു അവസരം സന്തോഷം തന്നെയാണ്. പക്ഷേ ഓരോ മേഖലകളിലും ട്രാൻസ്ജെൻഡേഴ്സിനെ നിയമിക്കണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ജോലിയും താമസ സ്ഥലവുമാണ് തങ്ങളുടെ പ്രധാന പ്രശ്നമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. തൊഴിൽ സംവരണമാണ് തങ്ങളുടെ പ്രധാന ആവശ്യമെന്നും രഞ്ജു പറയുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ പല മേഖലകളിൽ വിദ്യാഭ്യാസം, തൊഴില്, സാമൂഹ്യനീതി വകുപ്പ്, ആരോഗ്യം എന്നീ മേഖലകളിലെല്ലാം ട്രാൻസ്ജെൻഡേഴ്സിനെ നിയമിച്ചാൽ മാത്രമേ അവിടെയുള്ള മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റിയുള്ള ഒരു അവയർനെസ് കിട്ടുകയുള്ളൂ. ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള LDF സർക്കാരിന്റെ സമീപനം സ്വാഗതാർഹമാണെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. ഇത്തവണ ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു സമൂഹമായിരുന്നു തീരദേശ മേഖല. ഇത്തവണ തീരദേശ മേഖലയ്ക്ക് 2000 കോടി രൂപയാണ് തോമസ് ഐസക്കിന്റെ വാഗ്ദാനം. ബജറ്റ് സ്വാഗതം ചെയ്യുന്നെങ്കിലും തീരത്തിന് 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് ചില പരിഭവങ്ങളുണ്ട്. തിരുവനന്തപുരം പൂന്തുറയിൽ നിന്ന് ബിജു ഗോപിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓഖി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ബഡ്ജറ്റിൽ 2000 കോടി രൂപയാണ് മത്സ്യമേഖലയുടെ മൊത്തത്തിലുള്ള വികസനത്തിന് വേണ്ടി ഇന്ന് ധനമന്ത്രി തോമസ് ഐസക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ തീരദേശ മേഖലയുടെ സമഗ്രമായ വികസനമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നതെന്നാണ് ബഡ്ജറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും മത്സ്യബന്ധന തുറമുഖങ്ങൾ, അതോടൊപ്പം തന്നെ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതികൾ, അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലെ ഫിഷിംഗ് ഹാർബർ വികസിപ്പിക്കുന്ന അടക്കമുള്ള, അതായത് മത്സ്യത്തൊഴിലാളികൾ വളരെ കാലമായി ആവശ്യപ്പെടുന്നതാണ്. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഫിഷിംഗ് ഹാർബർ കുറവാണ്. അത് ഇപ്പോൾ സംസ്ഥാനത്ത് നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന ഫിഷിംഗ് ഹാർബർ അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മിക്കുമെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഓഖി ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള പൂന്തുറ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രദേശമാണ്. ഇവിടെ ധാരാളം മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇന്നിപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് പ്രഖ്യാപിച്ചിട്ടുള്ള ഇതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മോടൊപ്പമുള്ള ആളുകളോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചറിയാവുന്നതാണ്. ഇന്നിപ്പോൾ ധനകാര്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന 2000 കോടി രൂപയുടെ പാക്കേജ് മത്സ്യബന്ധന മേഖലയുടെ നിങ്ങളടക്കമുള്ള മത്സ്യത്തൊഴിലാളികളുടെ സമഗ്രമായ വികസനം ഉദ്ദേശിച്ചാണെന്നാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്. എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ഗുണകരമാകുമെന്നാണോ കരുതുന്നത്? എങ്ങനെയാണ് താങ്കൾ കരുതുന്നത്? പൂന്തുറയെ സംബന്ധിച്ച് വളരെ ദുരന്തത്തിൽ കഴിയാണ്. ദുരന്തം വന്നതിന്റെ ശേഷം അപ്പുറത്തിന്റെ ദുരന്തമാണ് ഇനി വരാൻ പോണത്. അതുകൊണ്ട് പൂന്തുറയെ സംബന്ധിച്ച് ഉപകരണമുള്ളത് കൂടുതൽ കേരള തിരുവനന്തപുരം രൂപതയെ സംബന്ധിച്ച് പൂന്തുറയാണ് കൂടുതൽ ഉപകരണം ഉള്ളത്.
അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 6 പേർ ഞങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമായിട്ട് ഞങ്ങൾ പറയുകയാണ്. എല്ലാവരും ഇതിനു വേണ്ടി സമരം എടുത്തിട്ടുണ്ട്. വളരെ വളരെ ഈ സംബന്ധിച്ചിട്ടുണ്ട്. നമ്മുടെ സെക്രട്ടറിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നും അവർ ഞങ്ങൾക്ക് സാധിച്ചു തരുന്നില്ല. പിന്നെ ഈ കടപ്പുറം കല്ലും കടലുമായിട്ട് ഇതാ കിടക്കുകയാണ്. ഈ 6 പേർ വന്നാലേ ഞങ്ങൾക്ക് ഇനി അടുത്ത വർഷം ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ 6 പേരാണ് ഞങ്ങൾക്ക് മൊത്തം ആവശ്യം. ഒന്നുകൂടെ പറയും. 6 പേരാണ്. അതായത് പൂന്തുറ കേന്ദ്രമാക്കി ഒരു ഫിഷിംഗ് ഹാർബറിലുള്ള നടപടി കൂടി ഉണ്ടാകണം. ഏതായാലും ഇന്നത്തെ ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ്. എന്താണ് ഈ ഇന്നത്തെ മന്ത്രിയുടെ പ്രഖ്യാപനത്തിന്? ഇവിടെ ഹാർബർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ കടൽ പണിക്കാർക്ക് ഇനി വരുന്ന കാലത്തിൽ പണിക്ക് പോകാൻ പറ്റും. അവിടെ ഹാർബർ ഇടുന്നതുകൊണ്ട് ഈ കരയെല്ലാം ഉള്ളിൽ പോകും. ഉള്ളിൽ പോകുമ്പോൾ ഇതെല്ലാം മൊത്തം കടലിൽ പോകുകയാണ്. നമുക്ക് ഇവിടെ ഇനി വെള്ളമൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റൂല. ഈ കല്ല് ഇങ്ങോട്ട് പോകും. നമുക്ക് ഒരു ജീവിതമില്ല ഇവിടെ ഹാർബർ വന്നില്ല. വേണ്ടത് ഒരു ഫിഷിംഗ് ഹാർബർ. അതോടൊപ്പം തന്നെ ഈ 2000 കോടി രൂപയുടെ പാക്കേജിൽ പല ഫിഷിംഗ് ഹാർബറിന്റെ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ തന്നെ ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അതായത് ഈ പ്രഖ്യാപനത്തിൽ അവർക്ക് പരാതികളൊന്നുമില്ല. പക്ഷെ അതേസമയം തന്നെ ഈ ഓഖി ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഇവിടെ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവിടെ ഒരു ഫിഷിംഗ് ഹാർബർ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂന്തുറ കേന്ദ്രമാക്കി ഒരു ഫിഷിംഗ് ഹാർബർ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം അതുകൂടി ബഡ്ജറ്റ് പ്രഖ്യാപനമായി തന്നെ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച 2000 കോടി രൂപയുടെ പാക്കേജ് അത് എങ്ങനെയാണ്? സ്വാഗതം ചെയ്യുന്നുണ്ടോ? സ്വാഗതം ചെയ്യുന്നുണ്ട് സാർ. ഇവിടെ വിഴിഞ്ഞത്ത് വലിയ കപ്പൽ ഹാർബർ വരുന്നതുകൊണ്ട് പൂന്തറ തീരം കടലിന് അടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ എത്രയും വേഗം ആ ഹാർബർ നിലവിൽ വരുന്നതിന് മുമ്പ്, അവിടുത്തെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് പൂന്തറയ്ക്ക് ഉറപ്പായിട്ട് ഒരു ഹാർബർ വേണമെന്നാണ് എൻ്റെ താല്പര്യം, ഇവിടെ ഉള്ളവരുടെയും താല്പര്യം. അല്ലെങ്കിൽ ഇവിടുത്തെ കടൽപ്പണിക്കാർക്ക് പണി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിട്ടിരിക്കുന്നത്. ഈ 2000 കോടി രൂപ പ്രഖ്യാപിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? നന്ദി പറയുകയാണ് സാറേ. അത് 2000 കോടി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയും മറ്റുള്ള തീരദേശവാസികൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയാണ് ഗവൺമെന്റ് ബഡ്ജറ്റ് തയ്യാറാക്കിയത്. അതിന് നന്ദി പറയുകയാണ്. ഇത്തവണത്തെ ബജറ്റിൽ ധനമന്ത്രി തോമസ് ഐസക് പ്രസ്താവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററുകൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ്. ബജറ്റിൽ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററുകൾക്ക് 80 കോടിയാണ് നീക്കിവെച്ചത്. ഈ പ്രഖ്യാപനം ആത്മവിശ്വാസം നൽകുന്നതാണെന്നാണ് സംരംഭകരെല്ലാം പറയുന്നത്. കോഴിക്കോട് ULCC സൈബർ പാർക്കിലെ സ്റ്റാർട്ടപ്പ് സംരംഭകരോടൊപ്പം മുഹമ്മദ് ഷഹീദ് ചേരുകയാണ്. തോമസ് ഐസക്കിന്റെ ബജറ്റിൽ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററുകൾക്ക് 80 കോടി രൂപയാണ് ബജറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ സ്റ്റാർട്ടപ്പുകളെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന പ്രഖ്യാപനവും ഐസക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും ഞാനിപ്പോൾ കോഴിക്കോട് ULCC സൈബർ പാർക്കിൽ സ്റ്റാർട്ടപ്പ് സംരംഭകരോടൊപ്പമാണുള്ളത്. നമുക്ക് അവരോട് തന്നെ ഈ ബജറ്റ് പ്രഖ്യാപനത്തെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. ഈ ഐസക്കിന്റെ ബജറ്റിൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുക. ഇൻക്യുബേറ്ററുകളെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഐസക്ക് ഇടപെടും, അല്ലെങ്കിൽ ബജറ്റ് അതിനുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സംരംഭകർ ഇതിനെ കാണുന്നത്? നമുക്ക് എങ്ങനെ പറയുകയാണെങ്കിലും നമുക്ക് ഏറ്റവും വലിയ കൺസ്ട്രെയിൻറ്റ് വരുന്നത് ഈ ഫൈനാൻഷ്യൽ ഭാഗത്താണ്. അപ്പം നമ്മൾ എന്ത് സ്റ്റാർട്ടപ്പ് ആണെങ്കിലും അവർക്ക് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ പുള്ള് കയറാൻ പോകുന്ന കുറച്ച് ഫൈനാൻസ് എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 4 പേരാണ് ഫൗണ്ടേഴ്സായിട്ടുള്ളത്. നമ്മൾ 4 പേരും ജോലി വിട്ടിട്ട് നമ്മളൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഒരു റവന്യൂ മോഡലില്ല. നമ്മൾ റവന്യൂ മോഡൽ ഇൻ സെൻസ് ലൈക്ക് നമുക്ക് റവന്യൂ ഇല്ല, നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനൊരു സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്സിന് എന്തുകൊണ്ടും ഇങ്ങനെ ഫൈനാൻസ് എവിടെ നിന്നാണ് നമുക്കിപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഫൈനാൻസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. ഏതായാലും സർക്കാർ അതിനെ നിങ്ങളെ ഈ പുതിയ സംരംഭത്തെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു അതെ. ഇപ്പോൾ ആക്ച്വലി നമുക്ക് ഓൾറെഡി നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ഫണ്ടുകൾ ഗ്രാൻഡായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ലോണായിട്ടും സോഫ്റ്റ് ലോണായിട്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 80 കോടിയും കൂടി അങ്ങനെ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ അടുത്ത ബഡ്ജറ്റിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് നല്ലതാണ്. ഇപ്പം നിലവിൽ ഈ പണം എന്തിനു വേണ്ടി ചെലവഴിക്കണം? കാരണം നിങ്ങളിപ്പം നിലവിൽ എനിക്ക് തോന്നുന്നത് മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിനെ ഏത് രീതിയിൽ ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ഒരു സജഷൻ? അല്ലെങ്കിൽ ആ രീതി അതായത് നമ്മുടെ അടുത്തുള്ള ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു കോമ്പറ്റീറ്റീവ് പ്രൊഡക്റ്റാണ്. അത് ഓൾറെഡി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ട്. അപ്പം നമ്മളൊരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തായാലും അതിനൊരു PR വേണം. അപ്പോൾ PR ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചിലവിൽ വരുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ PR ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും നിലനിൽക്കാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് യൂട്ടിലൈസേഷൻ എന്തായാലും ഇവിടെ നടക്കും. അത് എന്തായാലും വേണ്ടതുമാണ്.
യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിൽ കൂടി ആ ഫണ്ടിലുള്ള നീക്കിരിപ്പ് വെച്ച 80 CR എന്ന് പറയുന്നത് കോഴിക്കോട്, കേരളത്തിൽ തന്നെ കോഴിക്കോട്, കൊച്ചി, ട്രിവാൻഡ്രം ഈ 3 ഏരിയയിൽ തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്സ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ എക്കോണമി എടുക്കുമ്പം സ്റ്റാർട്ടപ്സിൻ്റെ ഈ റേഷ്യോ കേരളത്തിൽ വെച്ച് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു കമ്പാരിസണിൽ വരുമ്പോൾ 80 CR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്താത്തൊരു ഫണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബജറ്റിനോടുള്ള സ്റ്റാർട്ടപ്പ് സംരംഭകരുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. ഇനി മദ്യവില ഉയർത്താനുള്ള ബജറ്റ് നിർദ്ദേശത്തോട് മദ്യപിക്കുന്നവരുടെ പ്രതികരണമാണ് അടുത്തതായി. തീരുമാനത്തെ നിരവധി പേരാണ് അനുകൂലിച്ചും എതിർത്തും രംഗത്തെത്തിയത്. കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിൽ മദ്യത്തിന്റെ വില കുത്തനെ ഉയർത്താനാണ് തീരുമാനം. അതിനുള്ള നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മദ്യം വാങ്ങാൻ എത്തിയവരുടെ പ്രതികരണം തന്നെ നമുക്ക് ആരായാം. ചേട്ടാ, ഇന്നത്തെ ബജറ്റിൽ മദ്യത്തിന്റെ വില കുത്തനെ ഉയർത്താനുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. അതിനോട് നിങ്ങൾ എങ്ങനെയാണ്? ഗവൺമെന്റിന് ആവശ്യമാണ് അവർ ചെയ്തോട്ടെ. നമുക്ക് കുടിയന്മാർക്ക് ഏതൊക്കെയാലും കാശൊരു പ്രശ്നമല്ല എന്നുള്ളത് അറിയാമല്ലോ. ഓരോ തവണയും ഇങ്ങനെ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും മദ്യവില കൂടി തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം അത് സർക്കാരിനുള്ള നമ്മുടെ സ്റ്റേറ്റിനുള്ള കാശല്ലേ എടുത്തോട്ടെ അവർ. എന്ത് തോന്നുന്നു, മദ്യവില കൂട്ടാനാണ് ഇന്നത്തെ ബജറ്റ്? KSRTC-കാർക്ക് പെൻഷൻ കൊടുക്കണ്ടേ? കൂട്ടിക്കൂടെ? ഞാൻ കഴിക്കാറില്ല, അത് വേറെ പാർട്ടിക്കണ്ടിയാ. ചേട്ടാ, മദ്യത്തിന്റെ വില കൂട്ടാനാണ് ഇന്നത്തെ ബജറ്റിലെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതിനെ എങ്ങനെ കാണുന്നു? മദ്യവില കൂട്ടാൻ എന്ത് കൊടുത്താലും വാങ്ങിച്ച് കഴിക്കുമല്ലോ. ചേട്ടാ, മദ്യത്തിന്റെ വില കൂട്ടാനാണ് ബജറ്റിൽ നിർദ്ദേശം. കുറയ്ക്കാണ് സാറേ നല്ലത്. അത് കുറയ്ക്കണ നല്ലത്. ഇതാണ് ഇടണ്ട. കൂടുതൽ പിടിക്കും. ഇപ്പൊ കണ്ട ഇപ്പൊ കാശ് തികഞ്ഞില്ല. കാശ് തരാണ്ട് ഇപ്പൊ പോയാണ് തിരിച്ചുണ്ട്. ബജറ്റിൽ കുറയ്ക്കണം എന്നാണ് ഈ സാധനം കുറക്കണം എന്നാ പറയണത്. ഈ മദ്യം കുറക്കണത് അല്ലേ? അത് വില കുറക്കണം എന്നാ പറഞ്ഞത്. മദ്യം കുറക്കണം. വില കുറക്കണം. ഇത് കണ്ട ഇപ്പൊ തികഞ്ഞില്ല. ഒരു വോട്ടർ അടിക്കാൻ ഇപ്പൊ പോരുകയാണ്. എന്തായാലും മദ്യവിലയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ മദ്യവില കൂട്ടിയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കുറയ്ക്കണം എന്ന അഭിപ്രായക്കാരാണ് ഒരുപക്ഷം. തീർച്ചയായും കുടിയന്മാർ സംഘടിതരല്ലാത്തതും ഈ പേരിൽ സമരങ്ങൾ ഉണ്ടാവില്ല എന്നതും സർക്കാരിന് മദ്യവില ഉയർത്തുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും സൃഷ്ടിക്കുന്നില്ല. നഗര കാഴ്ചകളിലേക്ക് വീണ്ടും. കശുവണ്ടി പരിപ്പിൽ നിന്ന് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാനാകും? കാഷ്യൂ സൂപ്പും കാഷ്യൂ വിറ്റയുമെല്ലാം വിപണിയിലെത്തിച്ചിരിക്കുകയാണ് കശുവണ്ടി വികസന കോർപ്പറേഷൻ. കൃത്രിമ മണവും നിറവും ചേർത്ത ശീതളപാനീയങ്ങൾ കുടിച്ച് മടുത്തവർക്ക് ആശ്വാസമായി കശുവണ്ടി വികസന കോർപ്പറേഷന്റെ പുതിയ 2 ഉൽപ്പന്നങ്ങൾ. കോർപ്പറേഷന്റെ ഫാക്ടറികളിലും ഔട്ട്ലെറ്റുകളിലും എത്തിയാൽ കശുവണ്ടി പരിപ്പിൽ നിന്നുണ്ടാക്കിയ സൂപ്പും വിറ്റയും ലഭിക്കും. ഒരു ഗ്ലാസിന് 10 രൂപ നൽകിയാൽ മതിയാകും. കശുവണ്ടി പരിപ്പിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനുള്ള ശ്രമഫലമായാണ് 2 ഉൽപ്പന്നങ്ങളും പുറത്തിറക്കിയത്. തൊഴിലാളികൾ അവരുടെ കൈ ഇരുന്നുകൊണ്ട് തന്നെ സംസ്കരിച്ചെടുത്ത കശുവണ്ടി പരിപ്പിൽ നിന്നും അതുപോലെ വിറ്റയും സൂപ്പും ഉൾപ്പെടെ പ്രധാനപ്പെട്ട രീതികളിൽ ദാഹിക്കുന്ന ആളുകൾക്കും വിശക്കുന്നവർക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നൽകാൻ വേണ്ടിയിട്ടൊരു സംരംഭമാണ് ഇപ്പം നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നത്. കാഷ്യൂ വിറ്റയുടെയും സൂപ്പിന്റെയും പൗഡർ പാക്കറ്റും വിപണിയിലെത്തിച്ചിട്ടുണ്ട്. കാഷ്യൂ ജാം, ചോക്ലേറ്റ്, കാഷ്യൂ കേരള ജംബോ ബ്രാൻഡ് എന്നീ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇപ്പോൾ ലഭ്യമാണ്. കശുമാങ്ങയിൽ നിന്നുള്ള സോഡയും ശീതളപാനീയങ്ങളും വിപണിയിലെത്തിക്കുക എന്നതാണ് കോർപ്പറേഷന്റെ അടുത്ത ലക്ഷ്യം. ന്യൂസ് 18 കൊല്ലം. വാർത്തയിലേക്കാണ്. ഗാന്ധിജിയുടെ ജീവിത വിജയത്തിനായി കസ്തൂർബ നടത്തിയ ത്യാഗങ്ങളെ രാജ്യം വിസ്മരിച്ചെന്ന് തുഷാർ ഗാന്ധി. മഹാരാജാസ് കോളേജിൽ ഗാന്ധി അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഗാന്ധിജിയുടെ ചെറുമകനായ തുഷാർ. കൊച്ചി മഹാരാജാസ് കോളേജിൽ ഗാന്ധിജി എത്തിയതിന്റെ 90ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിലാണ് തുഷാർ ഗാന്ധി കസ്തൂർബയെ അനുസ്മരിച്ചത്. ഗാന്ധിജിയുടെ വാർഷികം ആഘോഷിച്ചപ്പോൾ കസ്തൂർബയെ രാഷ്ട്രം മറന്നു. ബാപ്പുവിൽ നിന്ന് മഹാത്മയിലേക്കുള്ള ഗാന്ധിജിയുടെ ജീവിതയാത്രയിൽ കസ്തൂർബ നൽകിയ ത്യാഗങ്ങൾ രാജ്യം വിസ്മരിച്ചു. ചരിത്രം കസ്തൂർബയെ നിരക്ഷരയായ സ്ത്രീയായി ചിത്രീകരിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് മരണം വരിച്ച രക്തസാക്ഷിയായിരുന്നു കസ്തൂർബയെന്നും തുഷാർ ഗാന്ധി ഓർമ്മിച്ചു. She also is a Senani, a Swatantrata Senani, and she is put in prison. She dies in that prison. She doesn't die as the wife of Mohandas Karamchand Gandhi. That's the reality. But she is a martyr.
മഹാരാജാസ് കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. 1927 ഒക്ടോബർ 11 സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് ഗാന്ധിജി മഹാരാജാസിൽ എത്തിയത്. ന്യൂസ് 18 കൊച്ചി. പൌരാവകാശങ്ങളെ ചങ്ങലക്കിടുന്ന കാലമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എഴുതാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് ഇപ്പോൾ പോരാടേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശശി തരൂർ MP, സുഗതകുമാരി MP, വീരേന്ദ്രകുമാർ, PV ചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരടക്കം പങ്കെടുക്കുന്ന അക്ഷരോത്സവം മറ്റന്നാൾ സമാപിക്കും. ഇതോടെ ഇന്നത്തെ നഗരവാർത്തകളും വിശേഷങ്ങളും ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.